തേവലക്കര സ്കൂളിലെ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ കെഎസ്ഇബി റിപ്പോർട്ട് തള്ളി വൈദ്യുതി മന്ത്രി. സേഫ്റ്റി കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമെന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടി. റിപ്പോർട്ട് വ്യക്തമല്ലാത്തതിനാലാണ് താൻ അംഗീകരിക്കാതിരുന്നത്. ഏതെല്ലാം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. വിഷയം പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കെഎസ്ഇബി ചെയർമാനെ ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷിക്കണല്ലോ, ആരാന്ന് കൃത്യമായിട്ട് അറിയണല്ലോ, അയാൾ സമ്മതിച്ചല്ലോ. നടപടിക്ക് ശുപാർശയൊന്നും ആരാണെന്ന് വ്യക്തമാക്കിയിട്ട് നടപടിയെടുക്കാൻ വേണ്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. വർഷത്തിൽ വൈദ്യുതി ബോർഡിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദി ആരാണെന്ന് വിശദമായ അന്വേഷണം വേണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. അടിയന്തരമായി വിശദമായ അന്വേഷണം നടത്തി സുരക്ഷാ വീഴ്ചയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കെഎസ്ഇബി ചെയർമാൻ നിർദ്ദേശം നൽകി. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, ഒരു സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറഞ്ഞ് വ്യക്തിപരമായി ആരിലേക്കും കൈ ചൂണ്ടാതെയുള്ള റിപ്പോർട്ട് കെഎസ്ഇബി സമർപ്പിച്ചിരിക്കുന്നു. സ്വാഭാവികമായും മന്ത്രി ആ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല. തുടരന്വേഷണം നടത്തി അപൂർണമായതല്ലാതെ ഒരു വ്യക്തമായ റിപ്പോർട്ട് നൽകാൻ കൂടി മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണല്ലേ? തീർച്ചയായും ഈ കൊല്ലം തേവരക്കാട് സ്കൂളിൽ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ട് ഈ സേഫ്റ്റി കമ്മീഷണറെയാണ് കെഎസ്ഇബി അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. മന്ത്രി തന്നെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ അന്വേഷണ റിപ്പോർട്ട് അപൂർണമാണ് എന്ന് പറഞ്ഞ് മന്ത്രി കഴിഞ്ഞ ദിവസം അത് തള്ളിയിരുന്നു. അതിന് പ്രധാനമായും മന്ത്രി പറയുന്നത് ആരാണ് ഇതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ എന്ന് വ്യക്തമായി രേഖപ്പെടുത്താതെ ഒരു പൊതുവായ ചില കാര്യങ്ങൾ പറയുക മാത്രമാണ് ചെയ്തത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനായി കെഎസ്ഇബി ചെയർമാനെ തന്നെ ചുമതലപ്പെടുത്തി എന്നാണ് പറയുന്നത്. അതായത് കെഎസ്ഇബിക്ക് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെങ്കിൽ അന്വേഷണ റിപ്പോർട്ടിൽ ആരെല്ലാമാണ് കുറ്റക്കാർ, അവർ ഏത് രീതിയിലുള്ള വീഴ്ചയാണ് വരുത്തിയത് എന്ന് വ്യക്തമാക്കണം. അത്തരം ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് പകരം ഒരു പൊതുവായ റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.